Hi, next question is given. We have to expand this function as a Fourier series and also deduce these two equations. Our f of x is x minus x square in the interval minus pi to pi, which means 2l equal to upper limit minus lower limit, which is 2 pi. L equal to pi. Now we have to find A0. L is pi. A0 is 1 by L integral c to c plus 2L f of x dx. L is pi. 1 by pi integral lower limit to upper limit. F of x is x minus x square dx. ഇത് നമുക്ക് രണ്ട് ഇന്റഗ്രേഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 1 by pi ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി എന്ത് നോക്കാം? മൈനസ് ലിമിറ്റ് പ്ലസ് ലിമിറ്റ് ആണ്. അപ്പൊ ഓഡ് ആണോ ഇവൻ ആണോ നോക്കാം. ദിസ് ഈസ് ഓഡ് ഫംഗ്ഷൻ, ദിസ് ഈസ് ഈവൻ ഫംഗ്ഷൻ. അപ്പൊ എന്ത് വരും? ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ വാല്യൂ 0 ആണ്. ഈവൻ ഫംഗ്ഷൻ്റെത് ഒരു 1 by pi ഉണ്ട്, ഒരു മൈനസ് ഉണ്ട്. 2 ടൈംസ് ഇന്റഗ്രൽ 0 to pi x square dx. അപ്പൊ എന്ത് വരും? അതായത് മൈനസ് 2 by pi വെളിയിലുണ്ട്. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 ലിമിറ്റ് 0 to pi. ഇത് കൊടുക്കുമ്പോഴത്തേക്ക് മൈനസ് 2 by 3 pi പൈ ക്യൂബ് മൈനസ് 2 by 3 പൈ സ്ക്വയർ. A0 കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? an കണ്ടുപിടിക്കണം. എന്താണ് an? വൺ ബൈ എൽ ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n pi x by l dx. ഇവിടെ l എന്താണ്? പൈ. 1 by pi ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഈസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ എൽ പൈ. പൈ പൈ വെട്ടിയിട്ട് കോസ് എൻ എക്സ് ഡി എക്സ്. ഇതെന്ത് ചെയ്യാം? നേരത്തെ പോലെ രണ്ട് ഫംഗ്ഷൻ സ്പ്ലിറ്റപ്പ് ചെയ്യാം. 1 by pi ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് x cos nx dx minus integral minus pi to pi x square cos nx dx x square cos nx dx. ഇനി എന്ത് നോക്കാം? ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ആണോ നോക്കാം. കാരണം മൈനസ് ലിമിറ്റ് പ്ലസ് ലിമിറ്റ് ആണ്. ഇതെന്താണ്? x cos nx. x ഓഡാണ്, cos nx ഈവൻ ആണ്. ടോട്ടലി ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ. ഇതെന്താണ്? ഈവൻ ഫംഗ്ഷൻ. അപ്പൊ എന്ത് വരും? ഓഡിന്റെ ആൻസർ 0 ആണ്. 1 by pi ഒരു മൈനസ് ഉണ്ട്. ഇതിന്റെ എന്ത് വരും? 2 ടൈംസ് 0 to pi എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ്. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ ഇന്റഗ്രേഷൻ എങ്ങനെയാണ്? മൈനസ് 2 by pi. ഇതെന്താണ്? ആദ്യത്തെ ഒരു പോളിനോമിയലാണ്. ഇപ്പോൾ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് കോസ് എൻ എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് 2x. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇന്റഗ്രൽ ഓഫ് സൈൻ എൻ എക്സ് ബൈ എൻ ഈസ് മൈനസ് cos nx by n സ്ക്വയർ. ഒരു n ഇവിടെ ഉണ്ട്, വീണ്ടും ഒരു n കൂടെ വരുമ്പോഴത്തേക്ക് n സ്ക്വയർ. അടുത്ത് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 2 ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇന്റഗ്രൽ ഓഫ് മൈനസ് cos nx by n സ്ക്വയറിനെ മൈനസ് sin nx by n ക്യൂബ് ലിമിറ്റ് 0 to pi. എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്
cos nx ന് sin nx by n minus derivative of x square which is 2x into integral of sin nx by n minus cos nx by n square, then plus derivative of first, derivative of 2x is 2 into integral of this minus cos nx by n square is minus sin nx by n cube, limit 0 to pi. ഇനി ലിമിറ്റ് കൊടുക്കാം. മൈനസ് 2 by pi വെളിയിലുണ്ട്. ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് പൈ സ്ക്വയർ ബൈ എൻ സൈൻ എൻ ബൈ, അടുത്തെന്താണ് പ്ലസ് 2 pi by n cos n ബൈ മൈനസ് 2 sin n ബൈ n ക്യൂബ്. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോഴോ എക്സ് സ്ക്വയർ 0 ഇൻറ്റു 0 0 സൈൻ 0 0. അപ്പൊ ലോവർ ലിമിറ്റിന്റെ ടേംസ് ഒന്നും ഇല്ല. ഇനി എന്താണ് സൈൻ എൻ ബൈ? സൈൻ എൻ ബൈ 0, സൈൻ എൻ ബൈ 0, സൈൻ എൻ ബൈ 0. ബാക്കി എന്താണ് വന്നത്? മൈനസ് 2 by pi 2 pi by n cos n ബൈ, അതായത് മൈനസ് 4 by n. എന്താണ് cos n ബൈ? മൈനസ് 1 raised to n. ഇവിടെ n ടൈംസ് മൈനസ് ഉണ്ട്, ഇവിടെ ഒരു ടൈം മൈനസ് ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് 4 by n മൈനസ് 1 raised to n plus 1 മൈനസ് ഇൻറ്റു മൈനസ് 1 raised to n എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് 1 raised to 1 ഇൻറ്റു മൈനസ് 1 raised to n. ഇതെന്ത് ചെയ്യും? മൈനസ് 1 raised to n plus 1. 4 by n മൈനസ് 1 raised to n plus 1. ഇനി എന്ത് കണ്ടുപിടിക്കണം? ബി എൻ ഇവിടെ കണ്ടുപിടിക്കണം. ഇത് 4 by n അല്ല, ഇവിടെ ഒരു n സ്ക്വയർ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവിടെ n സ്ക്വയർ ആണ്, n സ്ക്വയർ, അതായത് 4 by n സ്ക്വയർ മൈനസ് 1 raised to n plus 1 ആണ്. ഇത് n സ്ക്വയർ ആയിരുന്നു. ഇനി കണ്ടുപിടിക്കേണ്ടത് ബി എൻ ആണ്. അതായത് 1 by n ഇന്റഗ്രൽ മൈനസ് ലിമിറ്റ് മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് സൈൻ എൻ ബൈ എക്സ് ബൈ എൽ ഡി എക്സ്. എൽ പൈ ആണല്ലോ. 1 by പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ഡി എക്സ്. എന്ത് ചെയ്യാം? 1 by പൈ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. മൈനസ് പൈ ടു പൈ എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ് മൈനസ് പൈ ടു പൈ എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ഡി എക്സ്. ഇനി എന്താണ്? ആരാണ് ഓഡ്, ആരാണ് ഈവൻ? എക്സ് ഓടാണ്, സൈൻ എൻ എക്സും ഓടാണ്. രണ്ടും കൂടെ ചേർന്നപ്പോൾ ഈവൻ ആയി. ഓഡ് ഇൻറ്റു ഓഡ് ഈവൻ ഫംഗ്ഷൻ. ഇതെന്താണ്? എക്സ് സ്ക്വയർ ഈവൻ സൈൻ ഓഡ്, ഓടാണ്. ഓഡ് ഫംഗ്ഷന്റെ ആൻസർ 0 ആണ്. ഈവൻ ഫംഗ്ഷൻ്റെ 1 by പൈ വെളിയിലുണ്ട്. ഈവൻ ഫംഗ്ഷൻ്റെ 2 ടൈംസ് ഇന്റഗ്രൽ 0 to പൈ എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. അതിന്റെ 0 ആണ്. അപ്പൊ എന്ത് വരും? 2 by പൈ ഇന്റഗ്രൽ 0 to പൈ എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. ഇനി എന്താണ് ഇതിന്റെ ഇന്റഗ്രേഷൻ? 2 by പൈ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇന്റഗ്രൽ ഓഫ് സൈൻ എൻ എക്സ് ഈസ് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഈസ് 1 into integral of second is minus cos nx ന് minus sin nx by n square. ഒരു n ഉണ്ട്, വീണ്ടും ഒരു n കൂടെ ആകുമ്പോൾ n square. ലിമിറ്റ് 0 to പൈ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞല്ലോ. ഇനി അടുത്ത എന്താണ്? പ്ലസ് ഡെറിവേറ്റീവ് 0 ആണ്. ഇന്റഗ്രൽ അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ ഇവിടെ നിർത്താം. ലിമിറ്റ് കൊടുക്കാം. 2 by പൈ മൈനസ് പൈ കോസ് n പൈ ബൈ n പ്ലസ് സൈൻ n ബൈ n സ്ക്വയർ. ലോവർ ലിമിറ്റ് 0 കൊടുത്താലോ 0 സൈൻ 0 0. ഇനി എന്താണ്? സൈൻ n ബൈ 0 ആണ്, സൈൻ n ബൈ 0 ആണ്. ബാക്കി എന്ത് വരും? ഒരു മൈനസ് ഉണ്ട്, പൈ വെട്ടിപ്പോകും. 2 by n എന്താണ്? കോസ് n ബൈ മൈനസ് 1 raised to n, അതായത് 2 by n മൈനസ് 1 raised to n plus 1. ബി എന്നെ കിട്ടിക്കഴിഞ്ഞു. A0 കിട്ടി, an കിട്ടി, bn കിട്ടി. ഇനി എന്താണ്? ഫോറിയർ സീരീസ് ഫോർമുല എന്താണ്? A0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos n by x by l പ്ലസ് bn sin n by x by l. l എത്രയാണ്? പൈ ആണ്. n പൈ ആണ്. അപ്പൊ എന്ത് വരും? A0/2 A0 മൈനസ് 2/3 പൈ സ്ക്വയർ ആണ്. ബൈ 2 എന്താണ്?
minus pi square by 3 plus sigma n equal to 1 to infinity an 4 by n square minus 1 raised to n plus 1 cos nx plus bn എന്താണ് 2 by n minus 1 raised to n plus 1 sin nx. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അതായത് പ്ലസ് എക്സെട്ര എന്നുള്ള രീതിയിൽ എഴുതാം. അതായത് എഫ് ഓഫ് എക്സ് എന്താണ്? നമ്മുടെ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. എക്സ് മൈനസ് എക്സ് സ്ക്വയറിനാണ് ഇങ്ങനെ എഴുതിയത്. എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് പൈ സ്ക്വയർ ബൈ 3 പ്ലസ് നമുക്ക് ഈ 4നെ വെളിയിലാക്കാം. ഇതിനകത്ത് 4നെ വെളിയിലാക്കാം. ബാക്കി എന്താണ്? 1 കൊടുക്കുമ്പോഴത്തേക്ക് മൈനസ് 1 റൈസ് ടു 1 പ്ലസ് 1 മൈനസ് 1 സ്ക്വയർ അതായത് 1 ബൈ 1 സ്ക്വയർ കോസ് എക്സ് 1 കൊടുത്തു. 2 കൊടുക്കുമ്പോഴോ മൈനസ് 1 റൈസ് ടു 2 പ്ലസ് 1 മൈനസ് 1 ക്യൂബ് അതായത് മൈനസ് 2 ആണ് കൊടുത്തത്. കോസ് 2x ബൈ 2 സ്ക്വയർ. 3 കൊടുക്കുമ്പോഴോ ഇവിടെ 4 വരും, അപ്പൊ പ്ലസ് ആയി 3 ആണ്. കോസ് 3x ബൈ 3 സ്ക്വയർ. അപ്പൊ അടുത്ത് എന്ത് വരും? മൈനസ് കോസ് 4x ബൈ 4 സ്ക്വയർ പ്ലസ് എക്സെട്ര. അതൊരു ഇതായി. ഈ അടുത്ത് എന്താണ്? പ്ലസ് ഇതിനകത്തുനിന്ന് 2 വെളിയിലാക്കാം. ബാക്കി എന്താണ്? 1 കൊടുത്തു നോക്കാം. അപ്പൊ ഇത് പ്ലസ് ആണ്. സൈൻ എക്സ് ബൈ 1. അടുത്തെന്താണ്? 2 കൊടുക്കുമ്പോൾ മൈനസ് വരും. സൈൻ 2x ബൈ 2. 3 കൊടുക്കുമ്പോൾ പ്ലസ് ആണ്. സൈൻ 3x ബൈ 3. അടുത്ത് മൈനസ് സൈൻ 4x ബൈ 4 പ്ലസ് എക്സെട്ര ഇങ്ങനെ വരും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇത് കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. അതായത് സാധാരണ എക്സിന് 0 എക്സിന് പൈ ഒക്കെയാണ് കൊടുക്കുന്നത്. എക്സിന് പൈലോട്ട് കൊടുക്കാം, എക്സിന് 0 എക്സിന് പൈ എക്സിന് പൈലോട്ട് ഇങ്ങനെ കൊടുത്തു നോക്കാം. ഇവിടെ എക്സിന് 0 കൊടുക്കുന്ന എന്താണ്? എക്സിന് 0 കൊടുക്കുമ്പോഴേ ഈ സൈൻ ടേംസ് മൊത്തം പോകുമല്ലോ. സൈൻ 0 എല്ലാം സൈൻ 0 അല്ലേ? സൈൻ ടേംസ് മൊത്തം പോകുമല്ലോ. എക്സിന് 0 കൊടുക്കുമ്പോൾ പുട്ട് എക്സ് ഈക്വൽ ടു 0. അപ്പൊ എന്താണ്? 0 മൈനസ് 0 സ്ക്വയർ 0 അല്ലേ? 0 ഈക്വൽ ടു മൈനസ് പൈ സ്ക്വയർ ബൈ 3 പ്ലസ് 4 ടൈംസ് കോസ് 0 1 ആണ്. എല്ലാ കോസ് 0യും 1 ആണ്. അപ്പൊ എന്ത് വരും? 1 ബൈ 1 സ്ക്വയർ മൈനസ് 1 ബൈ 2 സ്ക്വയർ പ്ലസ് 1 ബൈ 3 സ്ക്വയർ മൈനസ് 1 ബൈ 4 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. ഇനി എന്താണ്? ഈ മൈനസ് പൈ സ്ക്വയർ ബൈ 3 ഇപ്പുറത്തോട്ട് എടുക്കാമല്ലോ. പ്ലസ് പൈ സ്ക്വയർ ബൈ 3 ഈക്വൽ ടു 4 ടൈംസ് 1 ബൈ 1 സ്ക്വയർ മൈനസ് 1 ബൈ 2 സ്ക്വയർ പ്ലസ് 1 ബൈ 3 സ്ക്വയർ മൈനസ് 1 ബൈ 4 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇനി എന്താണ്? ഈ 4 കൂടെ താഴോട്ട് വരുമ്പോൾ എന്താവും? ഇത് കിട്ടൂലേ? പൈ സ്ക്വയർ ബൈ 12 ഈക്വൽ ടു ബാക്കി ശരിയല്ലേ? അപ്പൊ ഫസ്റ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി ഇവിടെ നിന്ന് ഈ സെക്കൻഡ് ആൻസർ കണ്ടുപിടിക്കണം. ഇത് നോക്കിയാൽ എല്ലാം പ്ലസ് അല്ലേ? എല്ലാം പ്ലസ് ആണ്. അപ്പൊ എക്സിന് നമുക്ക് പൈ കൊടുത്താൽ കോസ് പൈ മൈനസ് 1 ആണ്, കോസ് 2 പൈ പ്ലസ് 1 ആണ്, കോസ് 3 പൈ മൈനസ് 1 ആണ്, കോസ് 4 പൈ പ്ലസ് 1 ആണ്. അതേപോലെ സൈനിന്റെ എല്ലാം 0 ആയി പോകും. അപ്പൊ എക്സിന് പൈ കൊടുക്കാം. പുട്ട് എക്സ് ഈക്വൽ ടു പൈ. അപ്പൊ എന്ത് വരും? ഇവിടെ നമുക്ക് നോക്കാം. എഫ് ഓഫ് പൈ ഈക്വൽ ടു മൈനസ് പൈ സ്ക്വയർ ബൈ 3 പ്ലസ് 4 ടൈംസ് കോസ് പൈ എന്താണ്? മൈനസ് 1. അപ്പൊ മൈനസ് 1 ബൈ 1 സ്ക്വയർ. കോസ് 2 പൈ എന്താണ്? പ്ലസ് 1. അപ്പൊ മൈനസ് 1 ബൈ 2 സ്ക്വയർ. കോസ് 3 പൈയോ മൈനസ് 1. മൈനസ് 1 ബൈ 3 സ്ക്വയർ. മൈനസ് കോസ് 4 പൈ എന്താണ്? പ്ലസ് 1 ആണ്. അപ്പൊ അത് മൈനസ് 1 ബൈ 4 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഈ ടേംസ് എല്ലാം പോയി കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രശ്നം എന്താണ്? നമുക്ക് എഫ് പൈ കണ്ടുപിടിക്കണം. ഈ എഫ് പൈ എന്താണ്? നമ്മുടെ ലിമിറ്റ് മൈനസ് പൈ ടു പൈ ആണ്. അപ്പൊ ഈ എഫ് പൈ എങ്ങനെ കണ്ടുപിടിക്കും? എഫ് പൈ എന്ന് പറയുന്നത് എഫ് ഓഫ് മൈനസ് ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2 ആണ്. കാരണം ഇതിന്റെ രണ്ട് എക്സ്ട്രീം പോയിന്റ്സ് ഒരെണ്ണം ഇല്ലേ ഈ പൈ എന്ന് പറയുന്നത്? മൈനസ് പൈ ടു പൈ ആണ്. അതിന്റെ രണ്ട് എക്സ്ട്രീം വാല്യൂസ് ഒരെണ്ണമാണ് ഈ പൈ. അതുകൊണ്ട് എഫ് ഓഫ് മൈനസ് പൈ പ്ലസ് എഫ് ഓഫ് പൈ ബൈ 2 ആണ് നമ്മുടെ എഫ് ഓഫ് പൈ.
എഫ് എക്സ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എഫ് ഓഫ് മൈനസ് പൈ എന്ത് വരും? ഇതിന് മൈനസ് പൈ കൊടുക്കുമ്പോഴത്തേക്ക് മൈനസ് പൈ സ്ക്വയർ അല്ലേ, പ്ലസ് എഫ് ഓഫ് പൈ എന്താണ്? പൈ മൈനസ് പൈ സ്ക്വയർ ബൈ 2. മൈനസ് പൈയും പ്ലസ് പൈയും വെട്ടിപ്പോയി. അപ്പൊ എന്ത് വന്നു? മൈനസ് 2 പൈ സ്ക്വയർ ബൈ 2 ആണ്. അതായത് മൈനസ് പൈ സ്ക്വയറിന് കിട്ടി. എഫ് ഓഫ് പൈ കിട്ടിയത് മൈനസ് പൈ സ്ക്വയർ എന്നാണ്. ഈക്വൽ ടു മൈനസ് പൈ സ്ക്വയർ ബൈ 3 പ്ലസ് 4 ടൈംസ് മൈനസ് 1 ബൈ 1 സ്ക്വയർ മൈനസ് 1 ബൈ 2 സ്ക്വയർ മൈനസ് 1 ബൈ 3 സ്ക്വയർ മൈനസ് 1 ബൈ 4 സ്ക്വയർ മൈനസ് എക്സെട്ര. ഇങ്ങനെയല്ലേ? ഇനി എന്താണ് ഇത് ഇപ്പുറത്തോട്ട് വരട്ട്? മൈനസ് പൈ സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ബൈ 3 ഈക്വൽ ടു 4 ടൈംസ് എല്ലാം മൈനസ് ആണ്. മൈനസ് 1 ബൈ 1 സ്ക്വയർ മൈനസ് 1 ബൈ 2 സ്ക്വയർ മൈനസ് 1 ബൈ 3 സ്ക്വയർ മൈനസ് 1 ബൈ 4 സ്ക്വയർ മൈനസ് എക്സെട്ര. ഇനി എന്ത് ചെയ്യാം? ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് 3 പൈ സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ബൈ 3 അതെന്ത് വരും? മൈനസ് 2 പൈ സ്ക്വയർ ബൈ 3 ഈക്വൽ ടു 4 ടൈംസ് minus 1 by 1 square minus 1 by 2 square minus 1 by 3 square minus 1 by 4 square minus etc. ഇതാണല്ലോ. ഇനി എന്ത് ചെയ്യാം? ഒരു മൈനസ് നമുക്ക് ത്രൂ ഔട്ടോട്ട് വെട്ടിക്കളയാം. ഈ മൈനസ് വെട്ടിക്കളയാം ത്രൂ ഔട്ടായിട്ട്. അതായത് 2 പൈ സ്ക്വയർ ബൈ 3 ഈ 4 കൂടെ താഴെ വരുമല്ലോ. ഇൻറ്റു 4 ഈക്വൽ ടു 1 by 1 സ്ക്വയർ പ്ലസ് 1 by 2 സ്ക്വയർ പ്ലസ് 1 by 3 സ്ക്വയർ പ്ലസ് 1 by 4 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇതെന്താണ്? അതായത് പൈ സ്ക്വയർ ബൈ 6 ഈക്വൽ ടു അല്ലേ? സെക്കൻഡ് ആൻസർ ആയി കഴിഞ്ഞു. പൈ സ്ക്വയർ ബൈ 6 ഈക്വൽ ടു 1 by 1 സ്ക്വയർ പ്ലസ് 1 by 2 സ്ക്വയർ പ്ലസ് 1 by 3 സ്ക്വയർ പ്ലസ് 1 by 4 സ്ക്വയർ പ്ലസ് എക്സെട്ര. സെക്കൻഡ് ആൻസർ ആയി കഴിഞ്ഞു. Next question. Find the Fourier series expansion for f of x equal to mod x in the interval minus pi to pi. Minus pi to pi ആണ്. അപ്പൊ 2n എന്താണ്? Length of the interval 2n 2 pi ആണ്. അപ്പൊ n pi. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? a0. a0 എന്താണ്? അതായത് 1 by n 1 by pi മതിയല്ലോ. 1 by pi ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് f of x dx. f of x എന്താണ്? mod x ആണ്. മൈനസ് ലിമിറ്റ് പ്ലസ് ലിമിറ്റ് ആണ്. അപ്പൊ എന്ത് നോക്കാം? ഇത് ഓടാണോ ഇവനാണോ നോക്കാം. എന്തായാലും എക്സിന് മൈനസ് കൊടുത്താൽ മൈനസ് മോഡിന്റെ വെളിയിൽ വരൂലല്ലോ. അപ്പൊ ഇതെന്താ ഫംഗ്ഷൻ ആണ്? ഓടല്ല, ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആണ്. നമ്മൾ എക്സിന് മൈനസ് കൊടുത്താലും ആ മൈനസ് മോഡ് കഴിഞ്ഞ് വെളിയിൽ വരില്ല. അതുകൊണ്ട് ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്താണ്? 2 ടൈംസ് 2 by pi ഇന്റഗ്രൽ 0 to pi. ഇനി മോഡിന്റെ ആവശ്യമുണ്ടോ? mod x dx എന്നാണ്. അതായത് 0 to pi വരുമ്പോഴത്തേക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ മോഡിന്റെ ആവശ്യമില്ല. 2 by pi ഇന്റഗ്രൽ 0 to pi x dx. എന്താണ്? 2 by pi xന്റെ ഇന്റഗ്രൽ x സ്ക്വയർ ബൈ 2. ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 2 by pi pi സ്ക്വയർ ബൈ 2. 2 വെട്ടി കളയുമ്പോഴത്തേക്ക് പൈ എന്ന് കിട്ടിയ ആൻസർ. ഇനി നമുക്ക് an കണ്ടുപിടിക്കണം. an എന്താണ്? അതായത് 1 by n 1 by pi ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് f of x into cos n pi x by n dx. ഇതാണ് an. l പൈ ആണ്. അപ്പൊ പൈ പൈ വെട്ടിക്കൊടുത്ത് വരും. അതായത് 1 by pi ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ f of x mod x ആണ്. cos nx dx. മൈനസ് ലിമിറ്റ് പ്ലസ് ലിമിറ്റ് ആണ്. ഇത് ഓടാണോ ഈവൻ ആണോ? മോഡ് എക്സ് ഈവൻ ആണ്. കോസ് എൻ എക്സും ഈവൻ ആണ്. ടോട്ടലി ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ. അപ്പൊ എന്ത് വരും? 2 ടൈംസ് അതായത് 2 by pi ഇന്റഗ്രൽ 0 to pi. ഇനി മോഡിന്റെ ആവശ്യമുണ്ടോ? എക്സ് മതി. എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. ഇതല്ലേ? ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? നമ്മുടെ ഇന്റഗ്രേഷൻ ഫോർമുല എന്താണ്? അതായത് 2 by pi ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു
ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എൻ എക്സിന് സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. ലിമിറ്റ് 0 to π. ഈ ലിമിറ്റ് കൊടുക്കാം. അതായത് 2 by π π by n sin n π പ്ലസ് cos n π by n സ്ക്വയർ. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 0 into 0 പ്ലസ് ലോവർ ലിമിറ്റ് ആയിട്ട് മൈനസ് cos 0 1 ആണ് മൈനസ് 1 by n സ്ക്വയർ. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഉണ്ട് പ്ലസ് ആണ്. ലോവർ ലിമിറ്റ് ആയിട്ട് മൈനസ് cos 0 1 ആണ് 1 by n സ്ക്വയർ. ഇനി എന്താണ് sin n by 0? sin n by 0 ആണ്. അപ്പൊ എന്ത് വരും അത്? അതായത് 2 by π into cos n by n സ്ക്വയർ മൈനസ് 1 by n സ്ക്വയർ എന്നാണ്. ഈ n സ്ക്വയർ ഇവിടെയാക്കാം. 2 by π n സ്ക്വയർ എന്താണ് cos n by മൈനസ് 1 റൈസ് ടു n മൈനസ് 1. ഈ n കിട്ടിക്കഴിഞ്ഞു. ഇനി കണ്ടുപിടിക്കേണ്ടത് bn ആണ്. bn ഈക്വൽ ടു 1 by n അതായത് 1 by π. n π ആണല്ലോ. ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് f of x. bn എന്താണ്? sin n π x by l dx. l π ആണല്ലോ. അതായത് 1 by π ഇന്റഗ്രൽ മൈനസ് π to π f of x is mod x sin nx l π dx. ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഇത് എന്താണ്? ഓടാണോ ഇവനാണോ? മൈനസ് ലിമിറ്റ് പ്ലസ് ലിമിറ്റ് ആണ്. അപ്പൊ ഓടാണോ ഇവനാണോ? മോഡ് എക്സ് എപ്പോഴും ഈവൻ ആണ്. സൈൻ എൻ എക്സ് ഓടാണ്. ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്. ആൻസർ 0 എന്ന് കിട്ടും. A0 കിട്ടിക്കഴിഞ്ഞു. an bn. ഇനി എന്താണ്? ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഈസ് f of x equal to 4 എഴുതി. എന്താണ് A0? പൈ ആണ്. പൈ ബൈ 2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. an എന്താണ്? 2 by π n സ്ക്വയർ മൈനസ് 1 റൈസ് ടു n മൈനസ് 1 cos nx. bn 0 ആണ്. അപ്പം bn ഇല്ല. ഇനി എന്താണ്? ഇവിടെ നിന്ന് നമുക്ക് ഇത് എത്തിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനൊന്ന് എക്സ്പാൻഷൻ മോഡ് എഴുതാം. ഇവിടെ നിന്ന് ഇത് എത്തിക്കണ്ടേ? അതായത് ഇത് മോഡ് എക്സിന്റെ എക്സ്പാൻഷൻ ആണ്. പൈ ബൈ 2 പ്ലസ് നമുക്ക് ഈ 2 വെളിയിലാക്കാം. 2 by π വെളിയാക്കാം. 2 by π n 1 കൊടുക്കുമ്പോഴത്തേക്ക് മൈനസ് 1 റൈസ് ടു 1 മൈനസ് 1 മൈനസ് 1 മൈനസ് 2 ബൈ 1 സ്ക്വയർ കോസ് എക്സ് 1 കൊടുത്തു. 2 കൊടുക്കുമ്പോഴോ മൈനസ് 1 സ്ക്വയർ അത് 1 ആണ്. 1 മൈനസ് 1 0. 2 കൊടുക്കുമ്പോൾ അത് 0 ആണ്. 3 കൊടുക്കുമ്പോഴോ വീണ്ടും മൈനസ് 2 മൈനസ് 2 കോസ് 3x ബൈ 3 സ്ക്വയർ. ഇനി എന്താണ്? 4 കൊടുക്കുമ്പോൾ ഇത് വീണ്ടും 0 ആണ്. 5 കൊടുക്കുമ്പോഴത്തേക്ക് മൈനസ് 2 ബൈ 5 സ്ക്വയർ കോസ് 5x ഇങ്ങനെ പോകും. മൈനസ് എക്സ് എന്താ? ഇവിടെ നിന്നാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇതെല്ലാം പ്ലസ് ടേം ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം മൈനസ് ടേം ആണ്. ഇതെല്ലാം പ്ലസ് ടേം ആണ്. ഇവിടെ നമുക്ക് എക്സിന് 0 കൊടുത്താൽ നമുക്ക് ഈ ആൻസർ കിട്ടും. പുട്ട് എക്സ് ഈക്വൽ ടു 0. അതായത് മോഡ് എക്സ് ആണ്. മൈനസ് പൈ ടു പൈ ആണ്. മൈനസ് പൈ ടു പൈ ആണ്. അപ്പൊ ഈ ഇന്റർവെലിന് അകത്താണ് ഈ 0 എന്നുള്ള വാല്യൂ. എക്സ്ട്രീം വാല്യൂ അല്ല. നേരത്തെ ക്വസ്റ്റിൽ പറഞ്ഞ പോലെ എക്സ്ട്രീം വാല്യൂ അല്ല. രണ്ടറ്റത്തോടെ വാല്യൂ അല്ല. ഈ എക്സ് ഈക്വൽ ടു 0 ഇത് ഇടയ്ക്കുള്ള വാല്യൂ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? വെറുതെ 0 കൊടുത്താൽ മതി. അപ്പൊ എന്താകും? 0 ഈക്വൽ ടു പൈ ബൈ 2 പ്ലസ് 2 by π cos 0. കോസിന്റെ എല്ലാം 1 അല്ലേ? അപ്പൊ എന്ത് വരും? മൈനസ് 2 by 1 സ്ക്വയർ മൈനസ് 2 by 3 സ്ക്വയർ മൈനസ് 2 by 5 സ്ക്വയർ മൈനസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഇതിനെ ഇപ്പുറത്താക്കാം. മൈനസ് പൈ ബൈ 2 ഈക്വൽ ടു 2 by π മൈനസ് 2 by 1 സ്ക്വയർ മൈനസ് 2 by 3 സ്ക്വയർ
minus 2 by 5 square minus etc. എല്ലാ മൈനസും ത്രൂ ഔട്ടായിട്ട് വെട്ടിക്കളയാം. പൈ ബൈ ഈ പൈ ഇങ്ങോട്ട് കയറും. പൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു മൈനസ് എല്ലാം വെട്ടിക്കളഞ്ഞു. ഇനി ഒരു 2 കൂടെ പുറത്തെടുക്കാമല്ലോ. 2 ടൈംസ് 1 by 1 square plus 1 by 3 square plus 1 by 5 square plus etc. ഈ 2 കൂടെ താഴെ വരും. പൈ സ്ക്വയർ ബൈ 8 ഈക്വൽ ടു 1 by 1 square plus 1 by 3 square plus 1 by 5 square plus etc. നമുക്ക് ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.